ഗായ്സ്, വെൽക്കം ടു ടോക്സ് ഓൺലി മീഡിയ. അപ്പോൾ ഇന്നത്തെ ടോക്സ് ഓൺലി മീഡിയയിൽ ഒരു പുതിയ ഫിലിമിന്റെ വിശേഷമായിട്ടാണ് വന്നേക്കുന്നത്. ഫിലിം വേറെ ഒന്നുമില്ല, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. അതായത് ആ പേരിൽ തന്നെയുണ്ട് പടത്തിന്റെ ഒരു കഥ. ഒരു ഡിറ്റക്റ്റീവ് ആണ്. ഞാൻ അതുകൊണ്ടാണ് ചെറുതായിട്ട് ഡിറ്റക്റ്റീവ് സ്റ്റൈലിലൊക്കെ ഡ്രസ് ചെയ്ത് വന്നേക്കുന്നത്. പക്ഷെ ഈ പടത്തിൽ ഇങ്ങനെ ക്യാപ്പും കാര്യങ്ങളൊന്നുമില്ല. ഒരു ഡിറ്റക്റ്റീവ് കഥയാണ്. മമ്മൂട്ടിയാണ് ഡിറ്റക്റ്റീവായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ പറഞ്ഞ പോലെ ഫിലിമിന്റെ പേരിൽ തന്നെയുണ്ട് എന്താണ് കഥയെന്ന്. അതായത് ഒരു ലേഡീസ് പേഴ്സ്, അതിലാണ് ശരിക്കും ആ ഒരു ലേഡീസ് പേഴ്സിലാണ് പടത്തിന്റെ കഥ തുടങ്ങുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ കഥയെല്ലാം പോകുന്നുണ്ട്. നമുക്ക് കുറച്ച് ലാഗിങ് ഉണ്ട്. പടം കുറച്ച് വലിച്ചു നീട്ടിയ പോലെയാണ് കഥ പോകുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ലാഗിങ് ഫീൽ ചെയ്യും. എന്നിരുന്നാലും പടം മൊത്തത്തിൽ നോക്കുമ്പോൾ പടം ഒരു ആവറേജ് ആണ്. പക്ഷെ അതിന്റെ ക്ലൈമാക്സ് ഒരു വെറൈറ്റി ക്ലൈമാക്സ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. നമ്മൾ വിചാരിക്കാത്ത ഒരു സംഭവമാണ് ക്ലൈമാക്സിൽ കാണിക്കുന്നത്. പ്രഡിക്റ്റബിൾ അല്ല. ശരിക്കും ആ ഒരു ക്ലൈമാക്സ് കൊള്ളാം. ഇതുവരെയും ഒരു രീതിയിലും നമ്മളുടെ ഫിലിമിൽ നിന്ന് അങ്ങനെ അധികം ട്രൈ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ക്ലൈമാക്സ് ആണ്. അത് അത്യാവശ്യം നല്ലതാണ്. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ആ പടത്തിനോട് കുറച്ചൊരു ഇൻട്രസ്റ്റ് തോന്നുന്നത്. അല്ലാതെയൊക്കെ നോക്കുമ്പോൾ കുറച്ച് പടം സ്ലോ ആണ്. പിന്നെ പടത്തിൽ ഡിറ്റക്റ്റീവ് ആണെങ്കിലും ഭയങ്കര കേസ് അന്വേഷണവും കാര്യങ്ങളൊന്നുമല്ല. പടം ഒരു കോമഡി രീതിയിലാണ് കൊണ്ടുവരാൻ ശ്രമിച്ചേക്കുന്നത്. അത്യാവശ്യം മമ്മൂട്ടി മസിൽ പിടിച്ചിട്ടാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കോമഡിയൊക്കെ പറയുന്നുണ്ട്. ചിലതൊക്കെ നമുക്ക് ചില കോമഡിയൊക്കെ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ. ഭയങ്കര അട്ടാസമായിട്ട് ചിരിക്കാനൊന്നുമില്ല, എന്നാലും ചിലതൊക്കെ നമ്മളെ രസിപ്പിക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മോൻ ഗോകുൽ സുരേഷും ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോളാണ് ഉള്ളത്. പിന്നെ അത്യാവശ്യം ഓരോരോ കഥാപാത്രങ്ങൾ അവർക്ക് കൊടുത്തേക്കുന്ന വേഷങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ പടത്തിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലേഡീസ് പേഴ്സ് ആണ്. ഒരു പേഴ്സിലാണ് ശരിക്കും ഈ ഒരു മൂവിയുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പേഴ്സ് എപ്പോഴാണ് കിട്ടുന്നത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പേഴ്സിന്റെ ഉടമസ്ഥനെ തപ്പി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്നു വരുമ്പോഴാണ് അത് വേറെ വേറെ രീതിയിലോട്ട് കഥകൾ മാറി മാറി പോകുന്നത്. പിന്നെ ഏറ്റവും അവസാനം അതിന്റെ ആ ഒരു പേഴ്സിന്റെ ഉടമസ്ഥ എവിടെ പോയി, അതിനെ ചുറ്റിപ്പറ്റിയുള്ള വേറെ കഥകൾ ഇങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നായിട്ട് മാറി ആണ് കഥകൾ വരുന്നത്. അതൊക്കെ അത്യാവശ്യം നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ കഥ പോകുമ്പോൾ ഉള്ള ഒരു ലാഗിങ് കുറച്ച് സ്ലോ ആയിപ്പോയി. അത് മാത്രമേ ഉള്ളൂ ഇതിനൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ പിന്നെ മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് ആണ്. അപ്പോൾ തിയേറ്ററിൽ ഇന്ന് ഇറങ്ങിയുള്ളൂ, റിലീസ് ആയുള്ളൂ. അത്യാവശ്യം കുറച്ച് പേര് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. കാണാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മമ്മൂട്ടിന് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മമ്മൂട്ടിയുടെ കോമഡിയും ഇതൊക്കെ കാണാനായിട്ട് നമുക്ക് തിയേറ്ററിൽ പോവാം. അല്ലാത്ത ആൾക്കാർ തിയേറ്ററിൽ പോയി കാണുക, അത്യാവശ്യം കുഴപ്പമില്ല, കണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ട ആൾക്കാർ ആരെങ്കിലും നിങ്ങൾ താഴെ കമന്റ് പറയാം. കാണാത്ത ആൾക്കാർ പോയി കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ കീപ് സപ്പോർട്ടിങ് അസ്. അടുത്തൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.